ഓം വിഘ്നേശ്വരായ നമഃ. എല്ലാ ഗ്രീൻ മീഡിയ വിഷൻ പ്രേക്ഷകർക്കും നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. അപ്പോൾ നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ വ്യക്തമായി കേൾക്കണം. ഓരോ നക്ഷത്രങ്ങൾക്കും ഒക്ടോബർ തുലാമാസം ആരംഭിക്കുമ്പോൾ മുതലാണ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുക. ചില നക്ഷത്രക്കാർക്ക് തുലാമാസം രാജയോഗ തുല്യമായ ഫലങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുവരെയുള്ള കഷ്ടകാലങ്ങൾ ഒഴിഞ്ഞ് ഇവർക്ക് സൗഭാഗ്യ പെരുമഴ ഉണ്ടാകുമെന്ന് തന്നെ പറയാം. ഇവിടെ പറയുന്ന നക്ഷത്രം അത് തന്നെയാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പറയുന്നത് പൊതുവായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഓരോ നക്ഷത്രത്തിനും വ്യത്യസ്തമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ ദോഷഫലങ്ങളൊക്കെ മാറ്റിയെടുത്താൽ ജീവിതത്തിൽ ഏറ്റവും നല്ല അനുകൂല സമയമാണ്. അപ്പോൾ തുലാമാസം നല്ല ഫലങ്ങൾ നൽകുന്ന ഒന്നാണ്. ഇന്നു മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റു നക്ഷത്രക്കാർ മോശമെന്നല്ല. ഇന്ന് പ്രധാനമായും പറയുന്നത് ഒരു നക്ഷത്രത്തെക്കുറിച്ചാണ്. ഇവർക്കാണ് മലയാള മാസം ഏറെ ഗുണകരമാകാൻ പോകുന്നതാണ് ജ്യോതിഷപ്രകാരം പറയുന്നത്. ആ നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. വിശാഖം നക്ഷത്രത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ഈ വിശാഖം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും ധന ഉയർച്ചയിലേക്ക് പോകുന്നൊരു സമയമാണ്. ഇവർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ കാര്യമായ ഗുണമുണ്ടാകും. വലിയ രീതിയിൽ സാമ്പത്തിക ഉയർച്ചയുണ്ടാകും. അത് അവർക്കൊരു പ്രത്യേകമായ ഒരു കഴിവുള്ള നക്ഷത്രങ്ങൾ കൂടിയാണ്. ഇവർക്ക് കടങ്ങൾ തീർക്കാനും ധനാഭിവൃദ്ധി ഉണ്ടാകാനും ബിസിനസ്, തൊഴിൽ, അതുപോലെ തന്നെ PSCക്ക് കാത്തിരിക്കുന്നവർക്ക് നല്ല കാലമാണ്. മറ്റുള്ള പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടാൻ പറ്റിയ സമയമാണ്. പ്രതീക്ഷിക്കാത്ത നല്ല വാർത്തകൾ ഇവർക്ക് വന്നു ചേരും. ലോട്ടറി വിജയമുള്ള നക്ഷത്രമാണ്. സാമ്പത്തിക നേട്ടം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് കിട്ടാനുള്ള സാമ്പത്തികമൊക്കെ ലഭിക്കുന്നൊരു സമയമാണ്. അതുപോലെ ഓഹരികൾ വീതം വെക്കാൻ പറ്റിയ സമയമാണ്. ജീവിതത്തിലെ വലിയ പ്രതിസന്ധികൾ മാറി നല്ല കാലം ഇവർക്ക് ഉണ്ടാകാൻ പോകുകയാണ്. ഈ തുലാമാസത്തിൽ എല്ലാവരും പ്രശംസ പിടിച്ചു പറ്റി എല്ലാവരുടെയും നല്ല നക്ഷത്രക്കാരനായി മാറാൻ പറ്റിയ ഒരു സമയമാണ് വിശാഖം നക്ഷത്രക്കാരന് ഈ തുലാമാസം. അതുപോലെ തന്നെ തുലാമാസം ഐശ്വര്യ ഉയർച്ചയും കൊണ്ടുവരുന്നതോടൊപ്പം കടബാധ്യതകളൊക്കെ മാറാൻ, വീട് വെക്കാൻ, വാഹനം വാങ്ങാൻ, പഴയ വാഹനം കൊടുത്ത് പുതിയ വാഹനം വാങ്ങാൻ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ വിദേശ വാസയോഗമുണ്ട്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും വിവാഹയോഗം, ധനയോഗം, സന്താന ഭാഗ്യം, പ്രണയസാഫല്യം എന്നിവയെല്ലാം ഇവർക്കുണ്ടാകും. ഭഗവതിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതലുള്ള സമയമാണ് ഈ തുലാമാസത്തിലെ വിശാഖത്തിന്. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും ഗുണമുണ്ടാകും. തൊഴിൽ രംഗത്ത് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും. സമ്പാദ്യശീലം തുടങ്ങാൻ മികച്ച സമയം കൂടിയാണ് ഇവർക്ക്. അതുപോലെ തന്നെ വീട്ടിൽ ഇവരുണ്ടെങ്കിൽ തന്നെ പറഞ്ഞില്ലേ, ഒരു വളരെ നല്ല പോസിറ്റീവ് എനർജി എല്ലാവർക്കും ലഭിക്കും എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങിയാൽ അവർ അതിൽ വിജയിച്ചു വരും. കലാ, കായിക, സാംസ്കാരിക മേഖലകളിൽ ഉയർച്ച ഉണ്ടാകും. ശിവന്റെയും പാർവതിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ദുഃഖം എന്ന വാക്കിന് തുലാമാസത്തിൽ നിങ്ങൾക്കില്ല. 50 വയസ്സ് കഴിഞ്ഞവരാണോ, 56 വയസ്സ് കഴിഞ്ഞവരാണോ എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. ഈ വിശാഖം നക്ഷത്രക്കാർക്ക് സ്വപ്നം കണ്ട കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന കാലമാണിത്. അതുപോലെ തന്നെ ഇവർക്ക് ചില ഉദ്ദിഷ്ടകാര്യ സിദ്ധികളൊക്കെ ഉണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുള്ള കാലമാണ്. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. നഴ്സിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട പുരുഷരായാലും സ്ത്രീയായാലും നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിലുള്ള അനുകൂലമായ സമയമാണ്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ വിശാഖ നക്ഷത്രക്കാർക്ക് തുലാമാസത്തിൽ കഴിയും. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർ, കൃഷി ചെയ്യുന്നവർ, സിനിമ, സീരിയൽ തുടങ്ങിയ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ ദൂരയാത്രകൾക്കുള്ള അവസരം ഉണ്ടാകും. അതുപോലെ അതും മൂലം നിങ്ങൾക്കുണ്ടാകുന്ന പല ഉയർച്ചകളും ഉണ്ടാകും. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശനം നടത്താൻ പറ്റിയ സമയമാണ്. വിദ്യാവിജയം ഉണ്ടാകുന്ന ഒരു സമയമാണ്. തൊട്ടതെല്ലാം വിശാഖ നക്ഷത്രക്കാർക്ക് പൊന്നാകുന്ന സമയമാണ്. അതുപോലെ തന്നെ ഏത് മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയർച്ചകൾ മാത്രമാണ് ഉണ്ടാവുക. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം കൂടി ആയതുകൊണ്ടാണ് ഈ തുലാമാസം എന്ന് പറയുന്ന വിശാഖ നക്ഷത്രക്കാർ തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് കഠിന ശ്രമം നടത്തേണ്ടിയിരുന്നത് ഇപ്പോൾ അത്രയൊന്നും വലിയ ശ്രമമില്ലാതെ തന്നെ നിങ്ങൾക്ക് നടന്നു വരും. അതുപോലെ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം, സമ്പാദിക്കാൻ പറ്റുന്നത്, അതെല്ലാം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ്. വാഹനയോഗമുണ്ട്. അതുപോലെ വീട് വെക്കാനുള്ള യോഗമുണ്ട്. അച്ഛനും അമ്മയ്ക്കുമൊക്കെ നല്ല രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് അവരെ നല്ല രീതിയിൽ വാർദ്ധക്യകാലത്ത് നോക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് വിശാഖം നക്ഷത്രം. അതുപോലെ മനസ്സിൽ തട്ടി ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും അതൊക്കെ അവർ തരണം ചെയ്തു പോകും. നല്ല ഭാഗ്യവതിയും ഭാഗ്യവാന്മാരുമായ നക്ഷത്രമാണ് വിശാഖ നക്ഷത്രക്കാർ. അതുപോലെ തുലാം മാസത്തിൽ അവർക്ക് ഏറെ നല്ല സന്തോഷ വാർത്തകൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. ചിലർക്ക് ചില സമയങ്ങളിലൊക്കെ ചില ദോഷഫലങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതൊക്കെ മാറി വരുന്നു. അതൊക്കെ അവരുടെ ജനന സമയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. രാശിപ്രകാരമൊക്കെ ഉള്ള സമയമാണ്. എന്തായാലും സ്വപ്നങ്ങളൊക്കെ കൂടാൻ പോകുന്നു. ഉദ്ദേശിച്ച രീതിയിലുള്ള വിജയം, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ബിസിനസ്സുകൾ തുടങ്ങി അത് വിജയിച്ച് മുന്നോട്ട് പോകാൻ സാമ്പത്തിക നേട്ടങ്ങൾ, ജീവിതത്തിൽ നല്ല മംഗളകരമായ കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ സുഹൃത്തുക്കളുമായുള്ള യാത്രകൾ, ദൂരയാത്രകളിൽ പരിചയപ്പെടുന്ന ആൾക്കാരുമായി ചേർന്നുള്ള ബിസിനസ്സുകൾ, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വീണ്ടും വീണ്ടും ഉയർച്ചയിലേക്ക് പോകാനുള്ള സമയങ്ങൾ, യാത്രകളിലൊക്കെ ഒരുപാട്
അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും, പരിചയപ്പെടുന്നവരുമായി ബന്ധപ്പെട്ട്. അതാണ് വിശാഖം നക്ഷത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറെ നാളായി ലോണിന് അപേക്ഷിച്ചിരുന്നവർക്ക് അത് മുടങ്ങിക്കിടന്നെങ്കിൽ അത് ലഭിക്കാനുള്ള സമയമാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വിമുഖതയുണ്ടായിരുന്നവർക്ക് വീണ്ടും നല്ല രീതിയിൽ ഉന്മേഷമായി മുന്നോട്ട് പോകാൻ പറ്റിയ സമയമാണ്. സ്ത്രീകളാണെങ്കിൽ ഈ പ്രസവ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിരുന്നവർക്ക് അവർക്ക് നല്ലൊരു സമയമാണ്. കുട്ടികൾ ഉണ്ടാവാതിരുന്നവർക്ക് ഇങ്ങനെ ഈ സമയമൊക്കെ നല്ല സമയം വരുന്നതിൽ കുട്ടികളൊക്കെ ഉണ്ടായി വരും. അതുപോലെ തന്നെ കുടുംബത്തെ സ്നേഹവും ഐക്യവും അതുപോലെ എല്ലാവരോടും നല്ല രീതിയിൽ ബന്ധപ്പെട്ട് നടക്കുന്നവരാണ് വിശാഖ നക്ഷത്രക്കാർ. അതുകൊണ്ട് നിങ്ങൾ ശിവക്ഷേത്രങ്ങൾ, ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോയി, ശ്രീരാമക്ഷേത്രങ്ങളിലൊക്കെ പോയി നിങ്ങൾ വേണ്ട പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യണം. എന്തെങ്കിലും ദോഷഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ കൂടുതൽ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും. വിശാഖ നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അന്യരെ സഹായിക്കുന്ന ഒരു നക്ഷത്രമാണ്. അവർക്ക് കിട്ടുന്ന ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് സഹായിക്കുന്നതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിലും അവർ ശ്രദ്ധ ചെലുത്തുന്നത്. ആരും കയ്യിലിരിക്കുന്ന പണം അധികമായി കളയാതിരിക്കുക, അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് തുടങ്ങുക, ബാങ്കിലുള്ള സമ്പാദ്യങ്ങളൊക്കെ ഒരു മിനിമം ആയിട്ട് ഇങ്ങനെ വെച്ച് പുലർത്തിക്കൊണ്ട് പോകുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവമൊക്കെ വിശാഖ നക്ഷത്രക്കാരുണ്ട്. അതുപോലെ തന്നെ ലോട്ടറി എടുത്താൽ അടിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വിദേശത്താണെങ്കിൽ അവിടുത്തെ ലോട്ടറി എടുത്താലും സ്വദേശത്താണെങ്കിൽ ഇവിടുത്തെ ലോട്ടറി എടുത്താലും നിങ്ങൾക്ക് ഭാഗ്യ അനുഭവങ്ങൾ വരുന്ന കാലമാണ്. കാരണം ലോട്ടറി ഭാഗ്യം ഉറപ്പാണ്. കാരണം ഇവർക്കൊരു സാമ്പത്തിക നേട്ടം പെട്ടെന്ന് വരാനുള്ള സമയമാണ് ഈ തുലാമാസം എന്ന് പറയുന്നത്. ഈ 2025 ഈ തുലാമാസത്തോടു കൂടി ഇവരുടെ ജീവിതം രക്ഷപ്പെടുകയും ചെയ്യും. എല്ലാ സ്വപ്നങ്ങളും പൂവിടുകയും ചെയ്യും. എല്ലാവരും ആരാധിക്കുന്ന ഒരു വ്യക്തിയെ മാറും. സിനിമ അല്ലെങ്കിൽ സീരിയല്, ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അത് പണയം വെപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിൽ, അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട്, പോലീസുമായി ബന്ധപ്പെട്ട്, ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നല്ല സാധ്യതകളാണ്. കാരണം അവർക്ക് അനുകൂലമായ സമയമാണ്. ഒരുപാട് പാരിതോഷികങ്ങളും അതുപോലെ തന്നെ കീർത്തി മുദ്രയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയം വന്നു ചേരുന്നതിൽ ഏറ്റവും കൂടുതൽ തുലാമാസത്തിൽ തന്നെയാണ്. ഈ തുലാമാസത്തിൽ കാണിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകും എന്നുള്ളതാണ്. വാഹനങ്ങൾ വാങ്ങിക്കാനായിട്ട് കാത്തുകാത്തിരുന്ന, ഒരു വാഹനം ഇല്ലാതിരുന്നവർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറം നല്ലൊരു വാഹനം വാങ്ങാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അടിസ്ഥാനമൊക്കെ കെട്ടിയിട്ടിരുന്നു, വീട് പണിയൊന്നും നടന്നില്ല. പക്ഷെ ഇപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സമാഗതമായി വരുന്നു. പണം ഏത് രീതിയിലായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരും. അപ്രതീക്ഷിതമായ ഒരു ധനയോഗം, ഒരു പരിചയം ഉണ്ടാകുന്നത് മൂലമോ, അല്ലെങ്കിൽ ആരുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ലോൺ മുഖേനയോ, അല്ലെങ്കിൽ കുടുംബ സ്വത്ത് ലഭിക്കുകയോ ചെയ്യുന്നതിൽ കൂടിയോ, അല്ലെങ്കിൽ ഒരു ലോട്ടറി ഭാഗ്യമോ നിധി ഭാഗ്യമോ മൂലം നിങ്ങൾക്ക് നല്ല സാമ്പത്തിക നേട്ടം ഈ തുലാമാസത്തിൽ എന്തൊക്കെയാലും ഈ വിശാഖ നക്ഷത്രക്കാർക്കുണ്ട്. അതുകൊണ്ട് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, പൂജകൾ കർമ്മങ്ങളൊക്കെ നടത്തുക, സർപ്പദോഷങ്ങളൊക്കെ ഉണ്ട് മാറ്റിയെടുക്കുക, പിതൃദോഷങ്ങൾ മാറ്റിയെടുക്കുക, ശനിദോഷങ്ങളും ചൊവ്വാദോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കുക. സ്ത്രീകൾക്ക് പ്രത്യേകം ചൊവ്വാദോഷമുള്ളവർ അതൊക്കെ മാറ്റിയെടുത്താൽ നല്ല വിവാഹവും ബന്ധവും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നല്ല ജോലി സാധ്യതകളൊക്കെ ഉണ്ട്, ജോലികളൊക്കെ ലഭിക്കും. എല്ലാ ദോഷങ്ങളും മാറ്റിയെടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് വിശാഖ നക്ഷത്രത്തിന്റെ ഈ തുലാമാസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. വെച്ചടി കയറ്റം, കുബേര തുല്യ യോഗം, രാജയോഗം എന്നൊക്കെ പറയുന്ന പോലെ വിശാഖ നക്ഷത്രത്തിന് നല്ലൊരു സമയം എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രയത്നഫലം കൂടിയാകുമ്പോൾ അത് കൂടുതൽ നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്ന ഒന്നായി മാറും. അതുപോലെ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലെ രാശിചക്രങ്ങൾ മാറി വരുന്നതനുസരിച്ച് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. ഇതൊക്കെയാണ് വിശാഖം നക്ഷത്രത്തെക്കുറിച്ച് തുലാമാസത്തിൽ പറയുവാനുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞു കേട്ട് തന്നെ ദൈവഭക്തിയോടെ മുന്നോട്ട് പോവുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജ്യോതിഷ പങ്ക്തിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രത്യേകിച്ച് വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ ദോഷപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുവാനും ബന്ധപ്പെടുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ തുലാമാസത്തിലെ വിശാഖ നക്ഷത്രത്തെക്കുറിച്ച് പറയുവാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം. അടുത്തൊരു ജ്യോതിഷ പങ്ക്തിയുമായി വീണ്ടും എത്താം.